അച്യുതാനന്ദന്റെ ഒരു വാചകം ഞാൻ കടമെടുക്കുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അച്യുതാനന്ദൻ എനിക്ക് പറഞ്ഞു നിയമസഭയിൽ, അദ്ദേഹം മത്തായിയുടെ സുവിശേഷം വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതായത് കെടാക്കതിയും ചാവാത്ത മുഴുവും, കെടാക്കതിയും ചാവാത്ത മുഴുവുമുള്ള നരകത്തിലേക്ക് ഈ പിണറായി വിജയൻ പതിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടൽ മാത്രമല്ല, ഈ പറഞ്ഞ പോലുള്ള നരകത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ സ്ഥാനം. കാരണം ഒരുപാട് സ്ത്രീകളുടെ കണ്ണുനീര് വീണ മണ്ണാണിത്. അവസാനം സ്വന്തം പാർട്ടിക്കാരനായിരുന്ന നവീൻ ബാബുവിന് ഒരു ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. നവീൻ ബാബു കോൺഗ്രസ് ആണോ അല്ല, ലീഗാണോ അല്ല, UDF ആണോ അല്ല, നല്ല ഒന്നാന്തരം മാർക്സിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും സ്വന്തം പാർട്ടിക്കാരുടെ വൃത്തികെട്ട വാചകങ്ങൾ കേട്ട് ആ പാവത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ആ പാവത്തിന്റെ ഭാര്യ, വിധവയായ അദ്ദേഹത്തിന്റെ ഭാര്യ, നീതിക്ക് വേണ്ടി പലയിടത്തും വാതിൽക്കൽ മുട്ടി. ഒരിടത്തും ആ പാവ സ്ത്രീക്ക് നീതി കിട്ടിയില്ല. അകാലത്തിൽ ഭർത്താവിന് നഷ്ടപ്പെട്ട ഭാര്യ, ഒരു മാർക്സിസ്റ്റ് കുടുംബമായിട്ട് പോലും പിണറായി ഭരിക്കുന്ന കേരളത്തിൽ സ്വന്തം ഭർത്താവിന്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോ കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോ വാതിൽക്കലും മുട്ടിയെങ്കിലും ആ പാവത്തിന് നീതി ലഭിച്ചിട്ടില്ല. ഇതൊക്കെ ദൈവത്തിന്റെ കോടതി പിണറായിക്ക് ശിക്ഷ കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ പാവ സ്ത്രീയുടെ കണ്ണുനീർ അതുപോലും കാണാൻ പിണറായിക്ക് കഴിയുന്നില്ല. മാത്രമല്ല, അവസാനം അവർ പറഞ്ഞു CBI അന്വേഷണത്തിനെങ്കിലും തയ്യാറാവണം. അതുപോലും തയ്യാറായില്ല. അതുപോലും തയ്യാറാവാതെ ആ സ്ത്രീ അപമാനിക്കുക. കുറ്റം ചെയ്ത ദിവ്യ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ്, അവർ ജയിലിൽ കടന്നു. ആ ജയിലിൽ കടന്നപ്പോൾ അവർക്ക് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയ സമയത്ത് അവർ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോ ആരവരെ സ്വീകരിക്കാൻ നിന്നത്? ഗോവിന്ദ മാഷ ഭാര്യയല്ലേ. ഗോവിന്ദ മാഷ് എന്നിട്ട് നവീൻ ബാബുവിന്റെ വീട്ടിൽ ചെന്നിട്ട് പറയുക, നിങ്ങളോടൊപ്പം പാർട്ടിയുണ്ട്. ദിവ്യനോട് ഗോവിന്ദ മാഷ ഭാര്യ പറയാ, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ഇതെങ്ങനെയാ ഒരാൾക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റുക? അതിന്റെ സൂചനയാണ് പത്തനംതിട്ടയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്ക് ആ വികാരം, നവീൻ ബാബുവിനെ കൊന്നതിന്റെ ആ വൈരാഗ്യമാണ് പത്തനംതിട്ടയിലെ CPMകാർ അവരുടെ ഫേസ്ബുക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ ഫേസ്ബുക്കിൽ ഇട്ടത്.